Hi dear students, let's talk history. ആർക്കിയോളജിയുടെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് കുറച്ച് ടോപ്പിക്കുകളെ പഠിക്കാനുള്ളൂ, പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആർക്കിയോളജി തന്നെ ആദ്യം ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ട് എടുത്തത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഉള്ള സബ്ജക്റ്റുകളുടെ ബാലൻസ് ആയിട്ടാണ് ബാക്കിയുള്ള 4 സബ്ജക്റ്റുകളും മെയിൻ സബ്ജക്റ്റുകളും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ആർക്കിയോളജിയിൽ നിങ്ങൾക്കൊരു ബേസ് ഇല്ല. സോ ഇത് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാം. തോന്നൽ മാത്രമാണ്. ആർക്കിയോളജി വളരെ സിമ്പിളാണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഫുള്ള് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡും തേർഡും ഫോർത്തും വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ നോട്ട്ബുക്കും പെന്നും ഒക്കെ എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആർക്കിയോളജി ഇറ്റ്സ് റിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ആർക്കിയോളജി ആസ് എ സോഷ്യൽ സയൻസ് ആൻഡ് ആർക്കിയോളജി ആസ് എ സയൻസ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിയോളജിക്ക് മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ആർക്കിയോളജി ഈസ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ് ദാറ്റ് ഡ്രോസ് on knowledge and methods from various subjects to understand past human cultures. Here are some of the major relationships between archaeology and other subjects. എന്താണ് ആർക്കിയോളജി എന്ന് പറയുന്നത്? എന്താണ്? ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട്സ് ആണ്. ഒരുപാട് ഡിസിപ്ലിൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ്? ഒരുപാട് വേരിയസ് സബ്ജക്റ്റുകളുടെ കുറിച്ചുള്ള നോളജും അതിൻ്റെ മെത്തേഡ്സും അടങ്ങുന്ന അല്ലെങ്കിൽ പാസ്റ്റ് ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി വേരിയസ് സബ്ജക്റ്റുകളും അതിൻ്റെ മെത്തേഡ്സിലൂടെയും നമുക്ക് ഈ പാസ്റ്റ് ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് ആർക്കിയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന സബ്ജക്റ്റുകൾ നമുക്കറിയാം. ജിയോളജി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. സോ ജിയോളജി എന്ന് പറയുമ്പോൾ ആർക്കിയോളജി യൂസ്ഡ് ജിയോളജിക്കൽ ടെക്നിക്സ് ടു ഡേറ്റ് സൈറ്റ്സ്, അനലൈസ് സെഡിമെന്റ്സ് ആൻഡ് റീകൺസ്ട്രക്ട് പാസ്റ്റ് എൻവയോൺമെന്റ്. ജിയോളജിയിലൂടെ ആർക്കിയോളജി എന്താണ് പഠിക്കുവാൻ നോക്കുന്നത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നത്? ജിയോളജിയുടെ സഹായത്തോടെ ആർക്കിയോളജിക്ക് എന്താണ് പഠനം നടത്തുവാൻ സാധിക്കുന്നത്? ജിയോളജിക്കൽ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് സൈറ്റുകളുടെ ഡേറ്റിംഗ് അല്ലെങ്കിൽ ഡേറ്റ് മെഷർ ചെയ്യുന്നത്. ഏത് കാലഘട്ടത്തിലുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ ജിയോളജിക്കൽ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ്. ദെൻ സെഡിമെന്റ്സ് അനലൈസ് ചെയ്യുന്നത്, നമ്മുടെ ലെയറിങ്ങിൻ്റെ അതായത് മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ജിയോളജിയിലൂടെയാണ്. ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ എന്താണ് പാസ്റ്റ് എൻവയോൺമെന്റ്, പരിസ്ഥിതി എങ്ങനെയുള്ളതായിരുന്നു, പണ്ട് കാലഘട്ടത്തിലെ പരിസ്ഥിതി എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് റീകൺസ്ട്രക്ട് എടുക്കുവാൻ സാധിക്കും ജിയോളജിയിലൂടെ. ദെൻ ബയോളജിയും ആർക്കിയോളജിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആർക്കിയോളജിസ്റ്റ് സ്റ്റഡി ഹ്യൂമൻ ആൻഡ് ആനിമൽ റിമെയിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഡയറ്റ്, ഹെൽത്ത് ആൻഡ് പോപ്പുലേഷൻ ഡൈനാമിക്സ്. ആർക്കിയോളജി എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും ബോഡി റിമെയിൻസ് എടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നു. ആ റിമെയിൻസിനെ കുറിച്ച് പഠിച്ച് എന്താണ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ അവരുടെ ഭക്ഷണശീലങ്ങൾ എന്തെല്ലാമായിരുന്നു, ഡയറ്റ് എങ്ങനെയുള്ളതായിരുന്നു, അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുള്ളതായിരുന്നു, പോപ്പുലേഷൻ ഡൈനാമിക്സ് എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബയോളജിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദെൻ കെമിസ്ട്രി. Chemical analysis of artifacts and materials helps archaeologists understand technology, trade and cultural exchange. ആർട്ടിഫാക്റ്റുകളെ കെമിക്കൽ ബേസിൽ അനലൈസ് ചെയ്യുന്നതിലൂടെ ആ മെറ്റീരിയൽസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ, അതിൻ്റെ ടെക്നോളജി, ഏത് ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, ട്രേഡ് എങ്ങനെയുള്ളതായിരുന്നു, കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. Next one is physics. Archaeologists use physical principles to date sites, analyze artifacts and reconstruct past environment. ഈ നാച്ചുറൽ സയൻസ് ഫുൾ ഉപയോഗിക്കുന്നത് എന്താണ്? പാസ്റ്റ് എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതിൽ വരുന്ന ഫിസിക്സ് യൂസ് ചെയ്യുന്നത് എന്താണ്? ഫിസിക്കൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ്
സൈറ്റുകളുടെ ഡേറ്റ് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ആർട്ടിഫാക്റ്റുകളെ അനലൈസ് ചെയ്യുവാനും അതിലൂടെ എന്താണ് പാസ്റ്റ് എൻവയോൺമെന്റിനെ മനസ്സിലാക്കുവാനും സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ നോക്കുക. സോഷ്യൽ സയൻസിനുള്ളിൽ വരുന്ന ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ആന്ത്രോപോളജി, സോഷ്യോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി. ഇനിയുമുണ്ട് സബ്ജക്റ്റുകൾ, പക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയും സബ്ജക്റ്റുകളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ആർക്കിയോളജി ഷെയർസ് മെനി, ആന്ത്രോപോളജി പറയുമ്പോൾ ആർക്കിയോളജി ഷെയർസ് മെനി തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ അപ്രോച്ചസ് വിത്ത് ആന്ത്രോപോളജി സ്റ്റഡിയിങ് ഹ്യൂമൻ കൾച്ചർ, ബിഹേവിയർ ആൻഡ് എവല്യൂഷൻ. ആന്ത്രോപോളജിയിലൂടെ എന്താണ് കൂടുതലായിട്ടും ആർക്കിയോളജി തിയററ്റിക്കലും മെത്തഡോളജിക്കലുമായിട്ടുള്ള അപ്രോച്ചസിലൂടെ ആന്ത്രോപോളജിയുടെ ഹെൽപ്പോടെ പഠിക്കുവാൻ സാധിക്കുന്നു. ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവരുടെ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയുള്ളതായിരുന്നു, എവല്യൂഷൻ മനുഷ്യന്റെ പരിണാമം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആന്ത്രോപോളജിയിലൂടെ പഠിക്കുവാൻ സാധിക്കുന്നു. സോഷ്യോളജി archaeologist examines social structures, institutions and relationships in past societies. സോഷ്യോളജിയിലൂടെ സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക പരിതസ്ഥിതി എങ്ങനെയുള്ളതായിരുന്നു, സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയുള്ളതായിരുന്നു, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി, അതുപോലെ തന്നെ എന്താണ് സൊസൈറ്റിയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എങ്ങനെയുള്ളതായിരുന്നു. ദെൻ റിലേഷൻഷിപ്സ്, സോഷ്യൽ റിലേഷൻഷിപ്സ് എങ്ങനെയുള്ളതായിരുന്നു പാസ്റ്റ് സൊസൈറ്റിയിൽ എന്നുള്ളത് നമുക്ക് സോഷ്യോളജിയിലൂടെ ആർക്കിയോളജിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ആർക്കിയോളജിയിലൂടെ സോഷ്യോളജിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ദെൻ ഹിസ്റ്ററി, ആർക്കിയോളജി പ്രൊവൈഡ്സ് എ കോംപ്ലിമെന്ററി പെർസ്പെക്റ്റീവ്സ് ടു ഹിസ്റ്റോറിക്കൽ റിസർച്ച്, offering insight into the lives of ordinary people and the material conditions of past societies. എന്താണ് ആർക്കിയോളജി ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് എന്തൊക്കെ കോംപ്ലിമെന്ററി പെർസ്പെക്റ്റീവ്സ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ വിവരങ്ങളാണ് കൊടുക്കുന്നത്? ഇൻസൈറ്റ് ഇൻ ടു ദ ലൈഫ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത രീതി എങ്ങനെയുള്ളതായിരുന്നു എന്ന് അവരുടെ മെറ്റീരിയൽ കണ്ടീഷൻസിനെ ഉപയോഗിച്ചുകൊണ്ട് പാസ്റ്റ് സൊസൈറ്റിയുടെ ലൈഫ് മനസ്സിലാക്കുവാൻ, ജീവിത രീതികൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദെൻ ജിയോഗ്രഫി, ആർക്കിയോളജി സ്റ്റഡി ദ relationship between human societies and their environments, examining how geography influenced cultural development. ജിയോഗ്രഫി എങ്ങനെയാണ് കൾച്ചറൽ ഡെവലപ്മെന്റിനെ സഹായിച്ചത്, ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കൾച്ചറൽ ഡെവലപ്മെന്റുകൾ നടന്നിട്ടുള്ളത് പാസ്റ്റ് സൊസൈറ്റിയിൽ എന്നുള്ളത് നമുക്ക് ആർക്കിയോളജിക്കൽ സ്റ്റഡികളിലൂടെയാണ് ജിയോഗ്രഫിക്ക് മനസ്സിലാകുന്നത്. ദെൻ നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസിലുള്ളതാണ് ഹിസ്റ്ററി ഓഫ് ആർട്ട്, ലിംഗ്വിസ്റ്റിക്സ്, ഫിലോസഫി ആൻഡ് ക്ലാസിക്സ്. ഹിസ്റ്ററി ഓഫ് ആർട്ട് എന്ന് പറയുമ്പോൾ ആർക്കിയോളജിസ്റ്റ് സ്റ്റഡി ദ വിഷ്വൽ ആർട്സ്, ഐക്കോണോഗ്രാഫി ആൻഡ് സിംബോളിസം ഇൻ പാസ്റ്റ് കൾച്ചേഴ്സ്. എന്താണ് ആർക്കിയോളജിസ്റ്റുകൾ എന്താണ് വിഷ്വൽ ആർട്ടുകൾ എങ്ങനെയുള്ളതായിരുന്നു പാസ്റ്റ് കൾച്ചറിൽ, അവരുടെ വിഷ്വൽ ആർട്ടുകൾ എന്തിനെയൊക്കെ ആയിരുന്നു എക്സാമിൻ ചെയ്തിരുന്നത്. ദെൻ ഐക്കോണോഗ്രാഫി എന്തിനൊക്കെയായിരുന്നു അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ദെൻ സിംബോളിസം എന്തിനെയൊക്കെയാണ് അവർ സിമ്പിളായിട്ട് വെച്ചിരുന്നത്. നമുക്കറിയാം നമ്മുടെ ഹാരപ്പൻ സൊസൈറ്റിയിൽ അവരുടെ ഡാൻസിങ് ഗേളിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മുടെ ആർക്കിടെക്ചറിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള എവിഡൻസുകളൊക്കെ ലഭ്യമാണ്. സോ ഹിസ്റ്ററി ഓഫ് ആർട്ടിന് അതൊരു ഉപകാരപ്രദമാണ്. പാസ്റ്റ് കൾച്ചേഴ്സ് എന്താണ്, കലാരൂപങ്ങൾ എത്രത്തോളം നിലനിന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. ദെൻ ലിംഗ്വിസ്റ്റിക്സ്, ആർക്കിയോളജിസ്റ്റ് എക്സാമിൻസ് ദ ലാംഗ്വേജസ്, സ്ക്രിപ്റ്റ്സ് ആൻഡ് റൈറ്റിംഗ് സിസ്റ്റംസ് ഓഫ് ആൻഷ്യന്റ് കൾച്ചർ. പുരാതന കൾച്ചറിൽ അവർ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജുകൾ ഏതൊക്കെയാണ് അതിനെ എക്സാമിൻ ചെയ്യുവാനും അവരുടെ സ്ക്രിപ്റ്റുകൾ എങ്ങനെയുള്ളതായിരുന്നു, ദെൻ റൈറ്റിംഗ് സിസ്റ്റം എങ്ങനെയുള്ളതായിരുന്നു എന്നല്ല. ആദ്യകാലങ്ങളിൽ പുരാതന കാലങ്ങളിൽ ലിപിയൊന്നും ലഭ്യമല്ലായിരുന്നു. പിന്നീടാണ് അവർ കൊത്തുപണികളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ഫിലോസഫി എങ്ങനെയാണ് ആർക്കിയോളജിസ്റ്റുകൾ ഫിലോസഫിക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നത്? ആർക്കിയോളജിസ്റ്റ് റിഫ്ലക്റ്റ് ഓൺ ദ ഫിലോസഫിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദെയർ ഫൈൻഡിങ്സ് കൺസിഡറിങ് ദ നേച്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്.
കൾച്ചർ ആൻഡ് റിയാലിറ്റി. എന്താണ്? ഫിലോസഫിക്കൽ ഇംപ്ലിക്കേഷൻസിലൂടെ എന്താണ് അവരുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എങ്ങനെ? ആർക്കിയോളജിയിലൂടെ. ആൻഡ് നേച്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യന്റെ എക്സിസ്റ്റൻസിന്റെ നേച്ചർ എങ്ങനെയുള്ളതായിരുന്നു, അതിന്റെ കൾച്ചർ എങ്ങനെയുള്ളതായിരുന്നു, അതിന്റെ റിയാലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഫിലോസഫിയിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹ്യൂമാനിറ്റീസിലെ നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്റർഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ് ക്ലാസിക്സ് എന്ന് പറയുന്നത്. ക്ലാസിക്സിൽ എന്താണ്? ആർക്കിയോളജിസ്റ്റ് സ്റ്റഡി ദ മെറ്റീരിയൽ, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് സിവിലൈസേഷൻ സച്ച് ആസ് ഗ്രീസ്, റോം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ആൻഷ്യന്റ് സിവിലൈസേഷനുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് എന്താണ് അവിടുത്തെ മെറ്റീരിയൽ കൾച്ചർ എങ്ങനെയുള്ളതായിരുന്നു, ലിറ്ററേച്ചർ, ക്ലാസിക് ഹയറാർക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ക്ലാസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മെറ്റീരിയൽ കൾച്ചർ എങ്ങനെയുള്ളതായിരുന്നു, ലിറ്ററേച്ചർ എങ്ങനെയുള്ളതായിരുന്നു, ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് സിവിലൈസേഷൻസ്, പ്രധാനപ്പെട്ട റോം, ഗ്രീക്ക് സിവിലൈസേഷനുകളുടെ ഒക്കെ എന്താണ് അവയെക്കുറിച്ചൊക്കെ പഠനം നടത്തുവാൻ ആർക്കിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ആർക്കിയോളജി നമ്മളെ സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ആണ് അതർ ഇന്റർഡിസിപ്ലിനറി ഫീൽഡുകൾ. ഇപ്പം നമ്മൾ നാച്ചുറൽ സയൻസ് പഠിച്ചു, സോഷ്യൽ സയൻസ് പഠിച്ചു, ഹ്യൂമാനിറ്റീസ് പഠിച്ചു. ഇനി അടുത്തത് അതർ ഇന്റർഡിസിപ്ലിനറി സബ്ജക്ട്സ് അല്ലെങ്കിൽ ഫീൽഡുകൾ, ആർക്കിയോളജിയുമായിട്ട് റിലേഷനുള്ള അതർ ഇന്റർഡിസിപ്ലിനറി ഫീൽഡുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ബയോ ആർക്കിയോളജി എന്ന് പറയുന്നത്. ബയോ ആർക്കിയോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് കമ്പൈൻസ് ആർക്കിയോളജി, ആന്ത്രോപോളജി ആൻഡ് ബയോളജി ടു സ്റ്റഡി ഹ്യൂമൻ റിമെയിൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് പാസ്റ്റ് ഹ്യൂമൻ ബയോളജി ആൻഡ് ബിഹേവിയർ. ഓക്കെ, അപ്പം ഈ ബയോ ആർക്കിയോളജിയിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്യുന്നുണ്ട്? ആർക്കിയോളജി ഉണ്ട്, ആന്ത്രോപോളജി ഉണ്ട്, ദെൻ ബയോളജി ഉണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാസ്റ്റ് ഹ്യൂമൻ ബയോളജി പഠിക്കുന്നതിന് വേണ്ടിയും ദെൻ അവയുടെ ഹ്യൂമൻ റിമെയിൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത് നമുക്ക്. ഓക്കെ, ടു സ്റ്റഡി ഹ്യൂമൻ റിമെയിൻസിനെ കുറിച്ച് പഠിക്കുവാനും ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് മനസ്സിലാക്കേണ്ടത്? പാസ്റ്റ് ഹ്യൂമൻ ബയോളജിയെക്കുറിച്ചും അവയുടെ ബിഹേവിയർ എങ്ങനെയുള്ളതായിരുന്നു എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ബയോ ആർക്കിയോളജി കമ്പൈൻ ചെയ്ത് പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇന്റർഡിസിപ്ലിനറി ഫീൽഡാണ് ആർക്കിയോബോട്ടണി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്റർഡിസിപ്ലിനറി ഫീൽഡുകളെ കുറിച്ച് അല്ലെങ്കിൽ ആർക്കിയോളജിക്ക് ഇന്റർഡിസിപ്ലിനറി ഫീൽഡുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇത് ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് റിമൈൻഡ് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിയോബോട്ടണി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ആർക്കിയോളജി, ബോട്ടണി ആൻഡ് എക്കോളജി. ഇതിൽ ആർക്കിയോബോട്ടണിയിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്യുന്നുണ്ട്? ആർക്കിയോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, ദെൻ എക്കോളജി. ഇത്രയും കാര്യങ്ങളെ ഒരുമിച്ച് പഠിക്കുന്നു. ടു സ്റ്റഡി പ്ലാന്റ് റിമെയിൻസിനെ കുറിച്ച് പഠിക്കുന്നു. ദെൻ ടു സ്റ്റഡി പ്ലാന്റ് റിമെയിൻസ് ആൻഡ് റീകൺസ്ട്രക്ട് പാസ്റ്റ് എൻവയോൺമെന്റ്. പ്ലാന്റ് റിമെയിൻസിനെ കുറിച്ചാണ്, പ്രധാനപ്പെട്ട സസ്യങ്ങളുടെ റിമെയിൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ സസ്യഘടന എങ്ങനെയുള്ളതായിരുന്നു അതിൻ്റെ റിമെയിൻസിനെ നോക്കിയിട്ടാണ് ഇതോടെ പഠിക്കുന്നത്. എന്നിട്ടോ റീകൺസ്ട്രക്ട് പാസ്റ്റ് എൻവയോൺമെന്റ്സ് ആൻഡ് ഹ്യൂമൻ പ്ലാന്റ് ഇന്ററാക്ഷൻസ്. എങ്ങനെയാണ് പാസ്റ്റ് എൻവയോൺമെന്റ്, പുരാതന പരിതസ്ഥിതികൾ എങ്ങനെയുള്ളതായിരുന്നു, പരിസ്ഥിതി എങ്ങനെയുള്ളതായിരുന്നു, അതുപോലെ തന്നെ മനുഷ്യന് പ്ലാന്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയുള്ളതായിരുന്നു, കൃഷി ഉണ്ടായിരുന്നോ, കൃഷിയുമായിട്ട് ഇണങ്ങിയായിരുന്നോ മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്കിയോബോട്ടണിയിലൂടെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. സോ ദെൻ നെക്സ്റ്റ് ഇന്റർഡിസിപ്ലിനറി ഫീൽഡാണ് ജിയോ ആർക്കിയോളജി എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഏത് സബ്ജക്റ്റുകളാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷോർട്ട് നോട്ട് എഴുതുക. എന്താണ് ജിയോ ആർക്കിയോളജി എന്നിട്ടിട്ട് 3 വരയൊക്കെ ഇട്ടിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എക്സാം പേപ്പറിലേക്ക് നോക്കുമ്പോൾ ആ ജിയോ ആർക്കിയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വരച്ച് എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഷോർട്ട് നോട്ട് എഴുതുക എന്ന്. സോ ജിയോ ആർക്കിയോളജി ഏതൊക്കെ സബ്ജക്റ്റുകളെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ആർക്കിയോളജി, എല്ലാത്തിലും ആർക്കിയോളജി ഉണ്ട്. ആർക്കിയോളജി,
ജിയോളജി, ദെൻ ജിയോഗ്രഫി. ജിയോ ആർക്കിയോളജി, അതിൻ്റെ ടേം, അതിൻ്റെ ആ ഒരു നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 2 or 3 സബ്ജക്റ്റുകൾ നമുക്ക് കിട്ടും. ജിയോഗ്രഫി ഉണ്ട്. ദെൻ ആർക്കിയോളജി, ആർക്കിയോ എന്ന് പറയുമ്പം എന്താ, ആർക്കിയോളജി വന്നു, ഓളജി, അപ്പം എന്താ, ജിയോളജി. ഓക്കെ, 3 സബ്ജക്റ്റുകൾ, ആർക്കിയോളജി, ജിയോളജി ആൻഡ് ജിയോഗ്രഫി. ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്സ്. ഹ്യൂമൻ സൊസൈറ്റിയും അതിൻ്റെ എൻവയോൺമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജിയോ ആർക്കിയോളജി കമ്പൈൻ ചെയ്ത് പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇൻ്റർഡിസിപ്ലിനറി ഫീൽഡാണ് കമ്പ്യൂട്ടേഷണൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടേഷണൽ ആർക്കിയോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ആണ്, സച്ച് ആസ് മോഡലിംഗ്, ഡാറ്റ അനാലിസിസ്, ഇതുപോലെയുള്ള കമ്പ്യൂട്ടേഷണൽ മെത്തേഡുകൾ, ഡാറ്റ അനലൈസ് ചെയ്യുന്ന മെത്തേഡുകൾ, അതുപോലെ തന്നെ മോഡലിംഗ്, സിമുലേഷൻസ്, മോഡലിംഗ്, ഡാറ്റ അനാലിസിസ്, ഇതുപോലെയുള്ള കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു സ്റ്റഡി പാസ്റ്റ് ഹ്യൂമൻ കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ്. പാസ്റ്റ് ഹ്യൂമൻ കൾച്ചറും സൊസൈറ്റീസും മനസ്സിലാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പ്യൂട്ട് ചെയ്യുക, കണക്കാക്കുക, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, വിലയിരുത്തുക എന്ന് പറയും അല്ലേ. കമ്പ്യൂട്ട് ചെയ്യുക, അതിനെ വിലയിരുത്തി പഠിക്കുന്നു, അതിനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ നിങ്ങൾ. കമ്പ്യൂട്ടേഷണൽ ആർക്കിയോളജി എന്താണ്? യൂസ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് സച്ച് ആസ് സിമുലേഷൻ, മോഡലിംഗ് ആൻഡ് ഡാറ്റ അനാലിസിസ് ടു സ്റ്റഡി പാസ്റ്റ് ഹ്യൂമൻ കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതർ ഇന്റർഡിസിപ്ലിനറി ഫീൽഡ്സ് ഇൻ ആർക്കിയോളജി, ആർക്കിയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇന്റർഡിസിപ്ലിനറി ഫീൽഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ബേസിക് ടെക്നോളജീസ് ഇൻ ആർക്കിയോളജി. ആർക്കിയോളജിയിലുള്ള പ്രധാനപ്പെട്ട ബേസിക് ടെക്നോളജീസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒരു 10 ബേസിക് ടെക്നോളജീസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് മാത്രമല്ല ടെക്നോളജീസ്, ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. നമ്മളൊരു 10 എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. ബേസിക് ടെക്നോളജീസ് എന്ന് ചോദിക്കും, ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ബേസിക് ടെക്നോളജീസ് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, സോ ഈ ബേസിക് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് ആർക്കിയോളജിയിൽ ആർട്ടിഫാക്റ്റുകളെ അനലൈസ് ചെയ്യുവാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അപ്പം ബേസിക് ടെക്നോളജീസും അതിൻ്റെ യൂസുകളും ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കുക. 3D സ്കാനിങ് നമുക്കറിയാം അല്ലേ. 3D സ്കാനിങ് എന്താണ്? ഇറ്റ് ക്രിയേറ്റ്സ് ഡീറ്റെയിൽഡ് ഡിജിറ്റൽ മോഡൽസ് ഓഫ് ആർട്ടിഫാക്ട്സ് ദാറ്റ് ക്യാൻ ബി അനലൈസ്ഡ് ആൻഡ് ഷെയർഡ് വിത്തൗട്ട് ഡാമേജിങ് ദ ഒറിജിനൽ ഒബ്ജക്ട്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 3D സ്കാനിങ് മോഡൽസ് ഉപയോഗിക്കുന്നത് ആർക്കിയോളജിയിൽ? ആർക്കിയോളജിയിൽ നമുക്ക് ലഭിക്കുന്ന ആർട്ടിഫാക്റ്റുകൾ എന്ന് പറയുന്നത് ഒരുപാട് വർഷം, യുഗങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം കാലപ്പഴക്കമുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഈ വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരുപാട് കാലം മണ്ണിനടിയിലും വെള്ളത്തിനടിയിലും ഒക്കെ കിടന്ന് ജീർണിച്ചിട്ടുള്ളവയായിരിക്കും. ഓൾറെഡി കുറച്ചൊക്കെ ദ്രവിച്ചു പോയിട്ടുള്ളവയായിരിക്കും. ചിലപ്പോൾ പൊട്ടാൻ, അല്ലെങ്കിൽ നമ്മളെടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, കൈകളിലൊക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് എന്താണ്, അത് നശിച്ചു പോകുവാൻ, ഡാമേജ് വരുവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഡാമേജുകൾ, ഒറിജിനൽ ഒബ്ജക്റ്റ് അങ്ങനെ കിട്ടുന്ന നമ്മുടെ ആർട്ടിഫാക്റ്റുകൾക്കൊന്നും ഡാമേജുകളൊന്നും വരാതെ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി, അനലൈസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് എന്ത്? 3D സ്കാനിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. 3D സ്കാനിങ് ടെക്നിക്കുകൾ നമുക്കറിയാം അല്ലേ. അതിനെ കൈകൊണ്ടൊന്നും തൊടേണ്ട ആവശ്യമില്ല. അതിനെ 3D ലെവലിൽ ഫോട്ടോ എടുത്ത് തന്നെ നമുക്കതിനെ സ്കാൻ ചെയ്ത് അതിന് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് മെഷർ ചെയ്ത് അനലൈസ് ചെയ്യുവാൻ സാധിക്കും. അതാണ് 3D സ്കാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കാണ് ഫോട്ടോഗ്രാമെട്രി. It uses multiple photographs taken from different angles to create a 3D model of site or artifact. ഒരു ആർട്ടിഫാക്റ്റ് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സൈറ്റ് ലഭിക്കുന്ന സമയത്ത് ആ സൈറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള 3D മോഡൽ ഫോട്ടോസ് എടുക്കുന്നു. നമ്മൾ 10th വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഹാരപ്പൻ സൊസൈറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും, മുകളിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ഉള്ള വ്യൂവിലുള്ള കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. എന്താണത്? 3D മോഡൽ പിക്ചേഴ്സാണ്. പല ആംഗിളുകളിൽ നിന്നും ഒരു ആർട്ടിഫാക്റ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൈറ്റിനെ കുറിച്ചോ ഉള്ള പിക്ചേഴ്സ് എടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെക്കുറിച്ച് പല ആംഗിളിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 3D മോഡൽ സൈറ്റിൻ്റെ റെഫറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോഗ്രാമെട്രി ഉപയോഗിക്കുന്നത്.
3D മോഡൽ സൈറ്റിൻ്റെയും ആർട്ടിഫാക്റ്റുകളുടെയും ഡിഫറെൻ്റ് ആംഗിളിലുള്ള പിക്ചേഴ്സ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതാണ് ഈ ഫോട്ടോഗ്രാമട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡർ, ക്ലാസ് തുടങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നതാണ് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡർ GPR എന്ന്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് യൂസസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ടു ഐഡൻറ്റിഫൈ ബുറീഡ് ഒബ്ജക്ട്സ്, ബിൽഡിങ്സ്, ടണൽസ് ആൻഡ് ബുറിയൽസ്. എന്താണ്? ഇതൊരു മാഗ്നറ്റിക് മെഷീനാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ബോംബ് സ്ക്വാഡ്, നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ബോംബ് ഭീഷണി ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു നായ്ക്കുട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ബോംബ് സ്ക്വാഡിൻ്റെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു സ്റ്റിക്ക്, നമ്മുടെ ഈ വാക്കിംഗ് സ്റ്റിക്ക് പോലത്തെ ഒരു സ്റ്റിക്ക് ഉണ്ടാവും, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മാഗ്നറ്റിക് ഡിവൈസ് ഉണ്ടാവും, ഒരു റെഡ് കളറിലുള്ള ലൈറ്റ് ഒക്കെ ഉള്ള ഒരു മാഗ്നറ്റിക് ഡിവൈസ് ഉണ്ടാവും. അത് വെച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തു. നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ ഉണ്ട് ഇതിൻ്റെ സ്കാനിങ് ടെക്നിക്ക് ഉണ്ട്. അപ്പം ഇതുപോലെയുള്ള ഒരു മാഗ്നറ്റിക്കൽ സിഗ്നലുള്ള ഒരു സ്കാനിങ് ഉള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാണ് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡർ എന്ന് പറയുന്നത്. ഈ റേഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സൈറ്റിനെയോ ആ സൈറ്റിലുള്ള ഒബ്ജക്റ്റുകളെയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ ഉള്ളിൽ എത്രത്തോളം ബുറീഡ് ഒബ്ജക്റ്റുകളുണ്ട് അല്ലെങ്കിൽ ബിൽഡിങ്ങുകളുണ്ട്, നമുക്കത് ഫുള്ള് കുഴിച്ച് നോക്കിയിട്ട്, നമ്മുടെ ബിജു മേനോൻ വാഴയ്ക്ക് കുഴിയിടുന്നത് പോലെ കുഴിച്ച് നോക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല, അല്ല ഫുൾ കുഴിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡർ ഉപയോഗിച്ചിട്ട് ആ ഒരു സൈറ്റ്, ഏതെങ്കിലും ഒരു ആർട്ടിഫാക്റ്റ് കണ്ടെത്തി കഴിയുമ്പോൾ പുരാവസ്തു കിട്ടി എന്നും പറഞ്ഞ് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പുരാവസ്തുക്കൾ എന്തെങ്കിലും മണ്ണിനടിയിൽ കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആർക്കിയോളജിസ്റ്റുകൾ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡർ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് നടത്തും. ഇത് നമ്മുടെ മണ്ണിലൂടെ ഇങ്ങനെ വെച്ച് കഴിയുമ്പം അതിൽ മണ്ണിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ആർട്ടിഫാക്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ബുറിയൽ സൈറ്റുകളോ എന്തെങ്കിലും കിടപ്പുണ്ട്. ബുറിയൽ സൈറ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൃതസംസ്കാരങ്ങൾ ചെയ്തിട്ടുള്ള, പുരാതന കാലഘട്ടത്തിൽ മൃതസംസ്കാരങ്ങൾ ചെയ്തിട്ടുള്ള സ്ഥലത്തിനാണ് ഈ ബുറിയൽ സൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടണൽസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലെന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് സിഗ്നൽ കൊടുക്കും. ഈ സിഗ്നൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്യും? അവർ മാർക്ക് ചെയ്തിട്ട് അവിടെ മാത്രം എന്ത് ചെയ്യും? കുഴിച്ചു നോക്കിയിട്ട് ഈ വസ്തുക്കൾ എടുക്കും, അല്ലെങ്കിൽ ഈ ആർട്ടിഫാക്റ്റുകളോ ഒബ്ജക്റ്റുകൾ എടുക്കുന്ന അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ടെക്നോളജിയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫോർത്ത് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഫോർത്ത് ടെക്നിക്കാണ് ലിഡാർ. ലിഡാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം, അത് നിങ്ങളുടെ ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമും ഷോർട്ട് ഫോമും പഠിച്ചു വെക്കുക. ലിഡാർ, ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ലിഡാർ എന്തിനു വേണ്ടിയിട്ടാണ് ലിഡാർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് അലൗസ് ആർക്കിയോളജിസ്റ്റ് ടു മാപ്പ് ആൻഡ് മെഷർ ഒബ്ജക്ട്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ദാറ്റ് മൈറ്റ് ബി ഹിഡൻ. എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ണിൻ്റെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒബ്ജക്റ്റുകളെയും സ്ട്രക്ചേഴ്സിനെയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയും മാപ്പ് ചെയ്യാൻ വേണ്ടിയും ആർക്കിയോളജിസ്റ്റുകളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ലിഡാർ എന്ന് പറയുന്നത്. ഏറെക്കുറെ സെയിം ആയിട്ട് തന്നെയാണ് എന്തും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് GPRും യൂസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് ഉപകരണം അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? സാറ്റലൈറ്റ് ഇമേജറി. നമുക്കറിയാം സാറ്റലൈറ്റ് ഇമേജറി എന്താണ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ സാറ്റലൈറ്റ് ഇമേജറി ആർക്കിയോളജിസ്റ്റുകൾക്ക് എന്തിനാണ് ഉപകരിക്കുന്നത്? യൂസ്ഡ് ബൈ ആർക്കിയോളജിസ്റ്റ് ടു അനലൈസ് ദ ലാൻഡ്സ്കേപ്പ്. ലാൻഡ്സ്കേപ്പിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ സാറ്റലൈറ്റ് ഇമേജറീസ് ആർക്കിയോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ലാൻഡ്സ്കേപ്പിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 3 ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജീസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ ട്വിൻ, ലേസർ ടെക്നോളജി. ഓക്കെ, സാറ്റലൈറ്റ് ഇമേജറി, ഡിജിറ്റൽ ട്വിൻ, ലേസർ ടെക്നോളജി, ഇത് 3 എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലാൻഡ്സ്കേപ്പുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദെൻ അടുത്തതാണ് ന്യൂട്രൽ നെറ്റ്വർക്ക്സ്. ന്യൂട്രൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂട്രൽ നെറ്റ്വർക്ക്സ് used by archaeologists to incorporate big data into geological information for predictive studies. predictive studies അതായത് നമുക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലാത്ത കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് എന്തിനാണ്? പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾ പറയും അല്ലേ, ഈ കാലഘട്ടത്തിൽ ഇതായിരിക്കാം നടന്നിട്ടുണ്ടാവുക എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് ജിയോളജിക്കൽ ഇൻഫോർമേഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബിഗ് ഡാറ്റാസ്, വലിയ
ഡാറ്റകളിൽ നിന്നും ജിയോളജിക്കൽ ഇൻഫോർമേഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ന്യൂട്രൽ നെറ്റ്വർക്ക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കാണ് DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. DNA സീക്വൻസിങ് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ കേൾക്കുന്ന സാധനമാണ് എന്താ DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കുന്നതാണ്. കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ അല്ലെങ്കിൽ മരണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ ബ്ലഡ് സാമ്പിളുകളുടെ DNA പരിശോധിക്കും. ആരാണ് മരിച്ച ആള് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും വിവരം ലഭിക്കുന്ന DNA സീക്വൻസിലൂടെയാണ്. ഓക്കെ, യൂസ്ഡ് ബൈ ആർക്കിയോളജിസ്റ്റ് ടു അനലൈസ് ആൻഷ്യന്റ് റിമെയിൻസ്. ആൻഷ്യന്റ് പുരാതന കാലഘട്ടത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മനുഷ്യ ശരീരങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു അവശിഷ്ടം ആരുടേതാണ്, എത്ര പഴക്കമുണ്ട്, സ്ത്രീയാണോ പുരുഷനാണോ, എത്ര ഏജിലാണ് ഇവർ മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഈ DNA സീക്വൻസിങ്ങിലൂടെ നമുക്ക് സാധിക്കും. Then drones carrying thermal infrared cameras. എന്താണ്? ആൻഷ്യന്റ് റിമെയിൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഡ്രോൺസ് ക്യാരിയിങ് തെർമൽ ഇൻഫ്രേംഡ് ക്യാമറാസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ബേസിക് ടെക്നോളജീസ് ഇൻ ആർക്കിയോളജി എന്ന് പറയുന്നത്. ആർക്കിയോളജിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ബേസിക് ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ ടെക്നോളജീസ് ആണ്, ഉപകരണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇനി നമുക്ക് കുറച്ച് ടേമുകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മളെപ്പോഴും കേൾക്കുന്നത് തന്നെയാണ് ആർട്ടിഫാക്ട്സ്, എക്കോ ഫാക്ട്സ്, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ അല്ലേ, സൈറ്റ് കോണ്ടെക്സ്റ്റ് എന്നീ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയാം. ആർട്ടിഫാക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആർട്ടിഫാക്ട്സ് ആർ ഒബ്ജക്ട്സ് ഓർ മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് ബീൻ ക്രിയേറ്റഡ്, യൂസ്ഡ് ഓർ മോഡിഫൈഡ് ബൈ ഹ്യൂമൻസ്. എന്താണ് ആർട്ടിഫാക്ട് എന്ന് പറയുന്നത്? എന്താണ്? ആർട്ടിഫാക്ട്സ് ആർ ദ ഒബ്ജക്ട്സ് or materials that have been made or used by the humans in the past period. പാസ്റ്റ് കാലഘട്ടത്തിൽ, പുരാതന കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചതോ നിർമ്മിച്ചതോ ആയിട്ടുള്ള വസ്തുക്കളെയും സാധന സാമഗ്രികളെയും ഒക്കെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിഫാക്ട്സ്. ഓ, ഇതായിരുന്നു ആർട്ടിഫാക്ട്സ് അല്ലേ? കുറേ ദിവസമായി മിസ് ആർട്ടിഫാക്റ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ടല്ലേ. സോ ആർട്ടിഫാക്റ്റ് എന്താണ്? മനുഷ്യൻ ഉപയോഗിച്ചതോ നിർമ്മിച്ചതോ, ഏത് മനുഷ്യനാണ്? പുരാതന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഉപയോഗിച്ചതോ നിർമ്മിച്ചതോ ആയിട്ടുള്ള വസ്തുക്കൾക്ക് പറയുന്ന പേരാണെന്ത്? ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ഈ ആർട്ടിഫാക്ട്സിലൂടെ എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? ആർട്ടിഫാക്ട്സ് ക്യാൻ പ്രൊവൈഡ് വാല്യുവബിൾ ഇൻഫോർമേഷൻ അബൌട്ട് പാസ്റ്റ് കൾച്ചേഴ്സ്, സൊസൈറ്റീസ് ആൻഡ് ടെക്നോളജീസ്. ഈ ആർട്ടിഫാക്റ്റുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ, നമുക്ക് അമൂല്യമായ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കും. എന്തിനെക്കുറിച്ചൊക്കെ? പാസ്റ്റ് കൾച്ചേഴ്സിനെ കുറിച്ച്, അവരുടെ സൊസൈറ്റീസ് എങ്ങനെയുള്ളതായിരുന്നു, ടെക്നോളജീസ് എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭിക്കും. ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരു കാര്യമുണ്ടെന്ന് ഞാൻ പറയാം. ആർട്ടിഫാക്റ്റുകളുടെ ഉള്ളിൽപ്പെടുത്തുന്ന എന്തൊക്കെ സാധനങ്ങളാണ് ആർട്ടിഫാക്റ്റിൻ്റെ ഉള്ളിൽപ്പെടുത്തുക? അവരുപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പം അവരുടെ ഉപകരണങ്ങൾ, എക്യുപ്മെൻറ്റ്സ്, ദെൻ അവരുപയോഗിച്ചിരുന്ന ക്ലോത്ത്സ്, അവരുടെ വസ്ത്രങ്ങൾ, ദെൻ അവരുടെ ഓർണമെൻറ്റ്സ്, അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, പോട്ടറീസ് എല്ലാം ഈ ആർട്ടിഫാക്റ്റിൻ്റെ ഗണത്തിൽ വരുന്നവയാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് കൾച്ചേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ആർട്ടിഫാക്റ്റുകൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിയുമ്പം, ഇപ്പം ആർക്കിയോളജി എന്തിനെയൊക്കെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഈ സെയിം പോയിന്റുകൾ തന്നെയാണ് പഠിച്ചത്. അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഒരുപാട് ഈ പോയിന്റുകൾ തന്നെ നമ്മൾ പലയിടങ്ങളിൽ പഠിച്ചു. എന്താണ്? ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, സെയിം യൂസ് ആണ് ഇതിനൊക്കെ ഉള്ളത്. അപ്പം നിങ്ങളിത് കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫാക്ട്സ്. ഫസ്റ്റ് വൺ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് കൾച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആർട്ടിഫാക്ട് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ദ ഡെയിലി ലൈഫ്സ് ടെക്നോളജീസ്. മനുഷ്യൻ്റെ പുരാതന കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ നിത്യജീവിതത്തെക്കുറിച്ച്, എങ്ങനെയുള്ളതായിരുന്നു അവരുടെ ജീവിത രീതികൾ, എന്തെല്ലാമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന ടെക്നോളജീസ്, എന്തെല്ലാമായിരുന്നു അവരുടെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്തെല്ലാമായിരുന്നു, അവരുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, ടെക്നോളജീസ്, അവരുടെ ജീവിത രീതി, നിത്യജീവിതങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ നമുക്ക് ആർട്ടിഫാക്റ്റിലൂടെ ലഭിക്കും. ദെൻ റീകൺസ്ട്രക്റ്റിംഗ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. ഈ ആർട്ടിഫാക്റ്റുകളെ
അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവരുടെ ആ ഒരു ജീവിതം അല്ലെങ്കിൽ പാസ്റ്റ് ഹ്യൂമൻ ലൈഫ് എങ്ങനെയുള്ളതായിരുന്നു, അവരുടെ ഇവൻസിനെ നമുക്ക് എന്ത് ചെയ്യും, റീകൺസ്ട്രക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ അനലൈസിങ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ്, എന്താണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകൾ എങ്ങനെയുള്ളതായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ആൻഷ്യന്റ് പീരീഡിൽ, ആദ്യ കാലഘട്ടത്തിൽ, പുരാതന കാലഘട്ടത്തിൽ എന്താണ് മനുഷ്യൻ, ശിലായുഗത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, മനുഷ്യൻ എന്താണ് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷമാണ് അയേൺ ഏജുകളൊക്കെ വരുന്നത് അല്ലേ. ഇരുമ്പ് യുഗ സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇരുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യം കല്ല്, കൂർമനയില്ലാത്ത കല്ലുകളായിരുന്നു, ഉരുണ്ടതും പരന്നതുമായ കല്ലുകളായിരുന്നു അവര് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിന് ശേഷമാണ് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കാലങ്ങളുടെ ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന് ഡെവലപ്മെന്റുകളിലൂടെയാണ് എന്താ ഈ കല്ലുകള് സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ കൂർമ്മിപ്പിച്ച് ഉപയോഗിക്കുവാനൊക്കെ അവർ ശ്രമിച്ചത്. അതിനുശേഷമാണ് അയൺസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇരുമ്പ് കണ്ടുപിടിക്കുകയും ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങുകയും പിന്നെ പോയിന്റഡ് ആയിട്ടുള്ള ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ എന്താണ് ഇവരുടെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റുകളെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് വെക്കുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ത്, ആർട്ടിഫാക്ട്സ്. ദെൻ അവരുടെ മൈഗ്രേഷൻസ്, എങ്ങനെയാണ് അവർ മൈഗ്രേറ്റ് ചെയ്തത്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, വേട്ടയാടിയായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കി ജീവിച്ചിരുന്നില്ല. പലയിടങ്ങളിലായിട്ട് എവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ഉറക്കം വരുമ്പോൾ ഉറങ്ങുന്നു, എഴുന്നേറ്റ് പോകുന്നു, പിന്നെയും വേട്ടയാടുന്നു. ദെൻ അതിനുശേഷം കൃഷി ആരംഭിച്ചതോടെയാണ് ഒരു സെറ്റിൽഡ് ലൈഫ് മനുഷ്യൻ ആരംഭിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിത്ത് എവിഡൻസോടെയാണ് നമ്മൾ പറയുന്നത്. ദെൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി പരമായിട്ടുണ്ടായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്തെല്ലാമാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ആർട്ടിഫാക്റ്റുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പം അനലൈസിങ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ആയുധങ്ങളൊക്കെ ഡെവലപ്മെന്റുകൾ എങ്ങനെയുള്ളതായിരുന്നു, ദെൻ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ എന്തെല്ലാമാണ് അവർ അഡ്വാൻസ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ഇന്നോവേഷൻസ്, എന്തെല്ലാം ഇന്നോവേഷൻസ് ആണ് അവർ നടത്തിയിട്ടുള്ളത്, പുതിയ പുതിയ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ് അവരുടെ പാസ്റ്റ് സൊസൈറ്റിയിൽ അവർ നടത്തിയിട്ടുള്ളതെന്നൊക്കെ അനലൈസ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നവയാണ് ആർട്ടിഫാക്റ്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻഫോമിങ് കൺസർവേഷൻ ആൻഡ് ഹെറിറ്റേജ് മാനേജ്മെന്റ്. എന്താണ് ഈ ആർട്ടിഫാക്റ്റുകളെയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻഫോം സ്ട്രാറ്റജീസ് ഫോർ പ്രിസർവിങ് കൾച്ചറൽ ഹെറിറ്റേജ്. ഈ കൾച്ചറൽ ഹെറിറ്റേജിനെ, സാംസ്കാരിക പാരമ്പര്യത്തെ പ്രിസർവ് ചെയ്ത് വെക്കുവാൻ, ഈ സൈറ്റുകളെയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാനും ഈ ആർട്ടിഫാക്റ്റുകളെയൊക്കെ സൂക്ഷിച്ചു വെക്കുവാൻ, ഫ്യൂച്ചർ ജനറേഷന് അറിയുവാനും അവയെക്കുറിച്ച് പഠിക്കുവാനും ഉപയോഗിക്കുവാനും വേണ്ടി സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ത്, ആർട്ടിഫാക്ട്സ്. ഇത്രയാണ് ആർട്ടിഫാക്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എക്കോ ഫാക്റ്റുകളെ കുറിച്ചാണ്. എക്കോ ഫാക്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ബയോളജിക്കൽ ഓർ ജിയോളജിക്കൽ റിമെയിൻസ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് പാസ്റ്റ് എൻവയോൺമെന്റ്സ്, എക്കോസിസ്റ്റംസ് ആൻഡ് ഹ്യൂമൻ ഇന്ററാക്ഷൻസ് വിത്ത് ദ നാച്ചുറൽ വേൾഡ്. എന്താണ് ജിയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള റിമെയിൻസിനെ ആണ് എന്തെന്ന് പറയുന്നത് എക്കോ ഫാക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ടൈപ്സ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള, ജിയോളജിക്കൽ ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള റിമെയിൻസിനെയാണ്, മനുഷ്യന് ഇന്ററാക്ഷൻ നടക്കുന്ന നാച്ചുറൽ വേൾഡുമായിട്ടുള്ള റിമെയിൻസിനെയാണ് എന്തെന്ന് പറയുന്നത് എക്കോ ഫാക്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്പുകളാണ് പ്ലാന്റ് റിമെയിൻസ് ഉണ്ട്, സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ ആനിമൽസിന്റെ റിമെയിൻസ്, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇൻസെക്ട്സിന്റെ റിമെയിൻസ്. ഇൻസെക്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസെക്റ്റുകളെ കുറിച്ച് നമുക്കറിയാമല്ലോ, ബാക്ടീരിയാസ്, ഇങ്ങനെയുള്ള ഇൻസെക്റ്റുകളുടെ ഫ്ലൈസ്, ഇതുപോലെയുള്ള ഇൻസെക്റ്റുകളുടെയൊക്കെ ചെറിയ സൂക്ഷ്മജീവികൾ എന്നൊക്കെ പറയും റിമെയിൻസ്. ദെൻ സെഡിമെന്റ്സ് ആൻഡ് സോയിൽസ്. എന്താണ് സെഡിമെന്റ്സ്, കല്ലുകളുടെയും അതുപോലെ തന്നെ മണ്ണിന്റെയും ഒക്കെ റിമെയിൻസ്. ദെൻ മൈക്രോ ഫോസിൽസിന്റെ റിമെയിൻസ്, നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോ ഫോസിലുകളുടെ ഒക്കെ റിമെയിനുകൾ. ഓക്കെ, ഇത്രയുമാണ് എന്ത് എക്കോ ഫാക്റ്റുകളുടെ
ടൈപ്സ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കണം. പ്ലാന്റ്സ് റിമെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സീഡ്സ്, പോളൻ, ലീവ്സ്, ഇതൊക്കെ എന്താണ്? പ്ലാന്റ് റിമെയിൻസ് ആണ്. ആനിമൽ റിമെയിൻസ് എന്ന് പറയുമ്പോൾ ബോൺസ്, ഷെൽസ്, അതായത് മൃഗങ്ങളുടെ ബോൺസ്, ഷെല്ലുകൾ എല്ലാം, ആനിമൽസിന്റെ പാർട്സ് ഓഫ് ബോഡി പാർട്ടുകളെല്ലാം ആനിമൽ റിമെയിൻസിന്റെ ഉള്ളിൽ വരുന്നതാണ്. ദെൻ ഇൻസെക്ട് റിമെയിനുകൾ എന്ന് പറയുമ്പോൾ ഇൻസെക്ട് ഫോസിൽസ്, ബീറ്റിൽസ് ആൻഡ് ഫ്ലൈസ്, ഇതൊക്കെ എന്താണ്? ഇൻസെക്ട് റിമെയിൻസിൽ വരുന്നു. സെഡിമെന്റേഷൻ ആൻഡ് ഫോസിൽ, ജിയോളജിക്കൽ deposits that provide information about past environment conditions such as climate, sea level, land use, ഇതൊക്കെ. Then microfossils എന്ന് പറയുമ്പോൾ എന്താണ്? മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. എന്താ? ഫോസിൽസ് ഓഫ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് such as diatoms and foraminifera. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പണ്ട് നമ്മൾ സയൻസിൽ അല്ലെങ്കിൽ ജിയോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. ഓക്കെ, സോ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് എക്കോഫാക്ട്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് സൈറ്റ് കോണ്ടെക്സ്റ്റ്. എന്താണ് സൈറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ആർക്കിയോളജിക്കൽ സൈറ്റ് ഈസ് ലൊക്കേറ്റഡ്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെ കൾച്ചറൽ എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ സാംസ്കാരിക പരിതസ്ഥിതിയെ പറയുന്ന പേരാണ് എന്തെന്ന്? സൈറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ നാച്ചുറൽ സറൗണ്ടിങ്സ്. അതിനകത്ത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്? നാച്ചുറൽ സറൗണ്ടിങ്സ് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ജിയോഗ്രഫി, ക്ലൈമറ്റ്, എക്കോളജി, ഇതൊക്കെ എന്താണ്? സൈറ്റ് കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിൽ വരുന്നതാണ്. ടൈപ്സ് ഓഫ് സൈറ്റ് കോണ്ടെക്സ്റ്റ് എന്തൊക്കെയാണ്? ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടോപ്പോഗ്രാഫി, ഹൈഡ്രോളജി, ക്ലൈമറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റിൽ വരുന്നത്. കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ വരുന്നതാണ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്, എക്കണോമിക് കോണ്ടെക്സ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇവന്റ്, പ്രോസസ്, ട്രെൻഡ്സ് ആൻഡ് ഷേപ്ഡ് ദ സൈറ്റ് ആൻഡ് സറൗണ്ടിങ്സ് ഓവർ ടൈം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് ആ സൈറ്റിലും അതിൻ്റെ സറൗണ്ടിങ്സിലും വന്നിട്ടുള്ളത്. ഇതാണ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പം ആ സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ നാച്ചുറൽ എൻവയോൺമെന്റിന്റെ എന്താണ്? എക്കോളജി എന്താണ്? വെജിറ്റേഷൻ എന്താണ്? വൈൽഡ് ലൈഫ് എങ്ങനെയുള്ളതാണ്? ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സൈറ്റ് കോണ്ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ന്യൂ ആർക്കിയോളജി വേഴ്സസ് പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജി. ഇത് കുറച്ച് ഞാൻ പറഞ്ഞിരുന്നു, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. ന്യൂ ആർക്കിയോളജി വേഴ്സസ് പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജി. ന്യൂ ആർക്കിയോളജിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1960 മുതൽ 1980 1980 വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ന് പറയുന്നത് ന്യൂ ആർക്കിയോളജി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ന്യൂ ആർക്കിയോളജി എന്ന് പറയുമ്പം ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, പക്ഷെ അല്ല. ന്യൂ ആർക്കിയോളജി എന്ന് പറയുന്നത് ഓൾഡ് ആർക്കിയോളജിനെയാണ്. പുതിയത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർക്കിയോളജി എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജിനെയാണ്. ഓക്കെ, സോ ഈ ന്യൂ ആർക്കിയോളജിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊസസ്വൽ ആർക്കിയോളജി. ന്യൂ ആർക്കിയോളജി പ്രൊസസ്വൽ ആർക്കിയോളജി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് യൂസ്ഡ് സയന്റിഫിക് മെത്തേഡ്സ് ടു സ്റ്റഡി കൾച്ചറൽ ചേഞ്ചസ്. കൾച്ചറൽ ചേഞ്ചസ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് സയന്റിഫിക് മെത്തേഡ്സ് ആണ് ന്യൂ ആർക്കിയോളജി അല്ലെങ്കിൽ പ്രൊസസ്വൽ ആർക്കിയോളജിയിൽ യൂസ് ചെയ്യാറ്. ഇറ്റ് ഫോക്കസസ് ഓൺ ഫൈൻഡിങ് പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്സ് ഇൻ ഡാറ്റ ആൻഡ് എയിംസ് ടു ക്രിയേറ്റ് എ സിംഗിൾ വാലിഡ് ഇൻ്റർപ്രിട്ടേഷൻസ്. ഈ ന്യൂ ആർക്കിയോളജി എങ്ങനെയാണ് പഠനം നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു പ്രത്യേക സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. എന്തിന്? ആർക്കിയോളജിക്കൽ പ്രോസസ്സിന് ഒരു സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്താണ്? ആ പാറ്റേൺസും അതിൻ്റെ റിലേഷൻഷിപ്പും ഫൈൻഡ് ചെയ്യുന്നു. അതിലൂടെ കണ്ടുപിടിക്കുന്ന ഡാറ്റയിലൂടെയും ആ എയിംസിലൂടെയും എന്താണ്? ഒരു സിംഗിളും വാലിഡുമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസിലേക്ക്, വ്യാഖ്യാനത്തിലേക്ക് എത്തുന്നതിനെയാണ് ന്യൂ ആർക്കിയോളജിയിൽ അവർ ഉദ്ദേശിക്കുന്നത്. ദെൻ ന്യൂ ആർക്കിയോളജി യൂസസ് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആൻഡ് ലുക്സ് ഫോർ കോണ്ടെക്സ്റ്റ് ഇൻ ആർക്കിയോളജിക്കൽ റിസർച്ച്. എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂ ആർക്കിയോളജി പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിലെന്താണ്? ആർക്കിയോളജിക്കൽ റിസർച്ചിൻ്റെ കോണ്ടെക്സ്റ്റിനെ ലുക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നോക്കിക്കൊണ്ട് മാത്രമാണ് എന്ത്? ന്യൂ ആർക്കിയോളജി പഠിക്കുന്നത്.
അപ്പോൾ പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജി എന്ന് പറയുമ്പോൾ എന്ത് വ്യത്യാസമാണ്? പുതിയ ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിന് എന്ത് മാറ്റങ്ങളാണ് വരുന്നത്? പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജി എന്ന് പറയുമ്പം 1980s ശേഷം ഇപ്പം അറ്റ് പ്രസന്റ് വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ്? പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജിയാണ് നിലനിൽക്കുന്നത്. It is a way of thinking about the interpreting archaeological findings. എന്താണ്? Way of thinking about the interpreting archaeological findings. Archaeological findingsനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഏത് വേ ഓഫ് തിങ്കിങ്ങിലാണ് എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്ത്? പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജി എന്നില്ല. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അതായത് it emphasizes the subjective nature of archaeological interpretations. എന്താണ്? ആർക്കിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസിന്റെ സബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് അതിനെ എംഫസൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആൻഡ് വാല്യൂസ് മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ്. എന്താണ്? അതിൻ്റെ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു മെത്തേഡ്സിനെ ബേസ് ചെയ്ത് മാത്രമല്ല ഇവിടെ പഠിക്കുന്നത്. അതിനെ അവിടെ നിന്ന് കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളെയും അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ എവിഡൻസുകളെയും അതിൻ്റെതായ രീതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ അത് എന്തിനെക്കുറിച്ചൊക്കെ പറയുന്നു അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. അപ്പം ആ ഒരു മെത്തേഡിൽ ആ ഒരു സ്റ്റഡി ഇല്ല എങ്കിൽ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ആ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു ആർട്ടിഫാക്റ്റ് അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താമോ, അതിൽ നിന്ന് എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ കൊടുക്കാമോ, മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് അവിടെ നിന്ന് അവരെടുക്കുന്നു. അതിൽ നിന്ന് ഒരുപാട് വാല്യൂസും മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസും എടുക്കുന്നു. ഇറ്റ് ഓഫൻ ലാക്സ് കൺസിസ്റ്റന്റ് മെത്തേഡ്സ്. ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ മെത്തേഡിനെ ഫോക്കസ് ചെയ്യുന്നില്ല. ആൻഡ് ഫോക്കസസ് ഓൺ ദ യൂണീക്നെസ് ഓർ ഡിഫറൻസസ് ഓഫ് ആർക്കിയോളജിക്കൽ ഡാറ്റ. ആർക്കിയോളജിക്കൽ ഡാറ്റയുടെ യൂണീക്നെസ്സിനെയും അതിനുള്ള ഡിഫറൻസസിനെയും ബേസ് ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുന്നു. ഇപ്പോൾ ഒരു സൈറ്റിൽ നിന്ന് പലതരത്തിലുള്ള കോയിനുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോയിനുകൾ എവിടെ നിന്ന് വരുന്നു അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു. അവിടെ ഒരു ഒറ്റ മെത്തേഡിനെ മാത്രം ബേസ് ചെയ്ത് പഠിക്കുന്നില്ല, പല ഇന്റർപ്രിട്ടേഷൻസ് അവർ എടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് മേജർ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ആർക്കിയോളജി ആൻഡ് പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജി. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെയാണ് പറയുന്നത്. ന്യൂ ആർക്കിയോളജിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് പ്രധാനമായിട്ടും ഒരു സയന്റിഫിക് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. യൂസസ് ദ സയന്റിഫിക് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. സയന്റിഫിക് മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബേസിക് പ്രിൻസിപ്പിൾസ്, ആർക്കിയോളജിയുടെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് മാത്രം പഠിക്കുന്നു. ദെൻ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഹൈപ്പോത്തറ്റിക് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മോഡൽ ഓഫ് സ്റ്റഡിയാണ്. ടെസ്റ്റഡ് ഹൈപ്പോത്തീസിസ് ത്രൂ എംപിരിക്കൽ റിസർച്ച്. അവർ നടത്തുന്ന റിസർച്ചിലൂടെ അവർക്ക് ഹൈപ്പോത്തീസിസിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇതിനെയാണ് ഹൈപ്പോത്തറ്റിക് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ പ്രൊസസ്വൽ ആർക്കിയോളജി എന്താണ്? ഫോക്കസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് കൾച്ചറൽ പ്രോസസ്സസ് ആൻഡ് സിസ്റ്റംസ്. എന്താണ്? കൾച്ചറൽ പ്രോസസ്സുകളെയും അതിൻ്റെ സിസ്റ്റത്തിനെയും മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നു. കൾച്ചറൽ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ സിസ്റ്റംസ് എന്താണെന്ന് മാത്രം പഠിക്കുവാൻ ശ്രമിക്കുന്നു. ഇതാണ് ന്യൂ ആർക്കിയോളജിയുടെ ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസസ് ന്യൂമറിക്കൽ ഡാറ്റ ടു സപ്പോർട്ട് ആർഗ്യുമെന്റ്സ്. എന്താണ്? ക്വാണ്ടിഫിക്കേഷൻ, അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റയൊക്കെ ക്വാണ്ടിഫൈ ചെയ്ത് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ചെയ്തുകൊണ്ട് ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുവാൻ, അവരുടെ കണ്ടുപിടുത്തത്തെ സപ്പോർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു. ന്യൂ ആർക്കിയോളജിയുടെ ലാസ്റ്റ് ഫീച്ചർ ആണ് എന്ത്? ഫോക്കസ് ഓൺ എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷനെ ഫോക്കസ് ചെയ്യുന്നു. എന്താ? എക്സ്പ്ലെയിൻ കൾച്ചറൽ ഫിനോമിന റാദർ ദാൻ ജസ്റ്റ് ഡിസ്ക്രൈബ് ദം. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലുപരിയായിട്ട് അതിലെ കൾച്ചറൽ ഫിനോമിന എന്താണ് അതിൽ പ്രധാനമായിട്ടും നടന്നത് എന്ന് അവർ അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് പറയുന്നു. ഒന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. നെക്സ്റ്റ് വൺ ആണ് അടുത്ത ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജിയുടെ ഫീച്ചേഴ്സ് ആണ്. പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജി വന്നത് എന്തിനാണ്? ടു ക്രിട്ടിസൈസ് പ്രൊസസ്വൽ ആർക്കിയോളജി അല്ലെങ്കിൽ ന്യൂ ആർക്കിയോളജിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജി വരുന്നത്. challenged the idea that archaeology called be a purely scientific discipline. ഈ പോസ്റ്റ് പ്രൊസസ്വൽ ആർക്കിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്തു? ന്യൂ ആർക്കിയോളജിനെ ചലഞ്ച് ചെയ്തു. എന്താണ്?
ആർക്കിയോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർലി സയന്റിഫിക് ഡിസിപ്ലിൻ ആണ് എന്ന് നമ്മുടെ ന്യൂ ആർക്കിയോളജിസ്റ്റുകൾ പറഞ്ഞിരുന്നു. അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒന്നായിരുന്നു എന്ത് പോസ്റ്റ് പ്രൊസഷ്യൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് എംഫസൈസ് ഓൺ ഇന്റർപ്രിട്ടേഷൻസ്. ഇത് പ്രധാനമായിട്ടും ഇന്റർപ്രിട്ടേഷൻസിനെ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. recognized that archaeological interpretations are subjective and context dependent. ആർക്കിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് സബ്ജക്റ്റീവ് ആണ്. അത് ഏത് കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു അതിലെ ആയിരിക്കും ബേസ് ചെയ്യുക. അപ്പൊ ഏതൊരു കോണ്ടെക്സ്റ്റിനെ കുറിച്ചിട്ടുള്ളതാണോ അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും, അത് സബ്ജക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് പ്രൊസഷ്യൽ ആർക്കിയോളജിയുടെ അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓൺ മീനിങ് ആൻഡ് സിംബോളിസം. ആ ഒരു കിട്ടിയിരിക്കുന്ന ആർട്ടിഫാക്റ്റുകളുടെ മീനിങ്ങുകളെയും അതിൻ്റെ സിംബോളിസം മനസ്സിലാക്കുവാനുമാണ് കൂടുതലായിട്ടും പോസ്റ്റ് പ്രൊസഷ്യൽ ആർക്കിയോളജി ശ്രമിക്കുന്നത്. നമ്മുടെ ന്യൂ ആർക്കിയോളജിയോ ഫോക്കസ് ഓൺ കൾച്ചറൽ പ്രോസസ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി അതിന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ന്യൂ ആർക്കിയോളജി ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പോസ്റ്റ് പ്രൊസഷ്യൽ ആർക്കിയോളജി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ്ങും സിംബോളിസവും പഠിക്കുന്നതിനാണ്, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ. ആ മെറ്റീരിയൽ കൾച്ചറിൻ്റെ മീനിങ് എന്താണ്, അവരെന്താണ് ആ മെറ്റീരിയൽ കൾച്ചർ, ആ മെറ്റീരിയലോട് എന്താണ് ഉദ്ദേശിച്ചത്, എന്തിനാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ് പോസ്റ്റ് പ്രൊസഷ്യൽ ആർക്കിയോളജിസ്റ്റുകൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കൺസിഡറേഷൻ ഓഫ് സോഷ്യൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്. ഇവിടെ എന്താണ് ആർക്കിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ആർക്കിയോളജിക്കൽ കോണ്ടെക്സ്റ്റുകൾ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നവയാണ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ന്യൂ ആർക്കിയോളജി ആൻഡ് പോസ്റ്റ് പ്രൊസഷ്യൽ ആർക്കിയോളജിയിൽ പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ പോസ്റ്റ് പ്രൊസഷ്യൽ ആർക്കിയോളജിയും ന്യൂ ആർക്കിയോളജിയും കമ്പയർ ചെയ്യാനൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം, അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ച് വന്നേക്കാം. ദെൻ നമ്മുടെ കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയും, CRM ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊരു ടേം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് പഠിക്കാനുള്ളതാണെന്ന്. കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ റിസോഴ്സുകളെ മാനേജ് ചെയ്യുകയും അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. CRM is the practice of preserving and managing cultural resources such as historical sites, artifacts and landscapes. ഈ നമുക്ക് കിട്ടുന്ന ആർട്ടിഫാക്റ്റുകളെയും ഹിസ്റ്റോറിക്കൽ സൈറ്റുകളെയും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പുകളെയും ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് CRM പ്രാക്ടീസ് അല്ലെങ്കിൽ കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് മാനേജിങ് ഹെറിറ്റേജ് അസറ്റ്സ് സച്ച് ആസ് കണ്ടംപററി ആർട്ട്. ഇത് എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? കൾച്ചറൽ അല്ലെങ്കിൽ ഇൻക്ലൂഡ് മാനേജിങ് ഹെറിറ്റേജ് അസറ്റ്സ് മാനേജ് ചെയ്യാൻ കൂടി ചെയ്യുക എന്നുകൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ കണ്ടംപററി ആർട്ട്, ഇതൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്, കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെന്റിൽ ഉൾക്കൊള്ളുന്നവയാണ്. ഇനി പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് ആണ്, അല്ലെങ്കിൽ അടുത്ത സബ് ഹെഡിങ് ആണ് ഗോൾസ് ഓഫ് CRM. കൾച്ചറൽ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഗോൾസ് എന്താണ്? നമുക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ടു എൻഷുർ ദാറ്റ് കൾച്ചറൽ റിസോഴ്സസ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. കൾച്ചറൽ റിസോഴ്സുകൾ മാനേജ് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്, അടുത്ത നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട്, പുതിയ ജനറേഷന് പഠിക്കുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൾച്ചറൽ റിസോഴ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് വെക്കുന്നത്. ടു ബാലൻസ് ദ നീഡ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പാസ്റ്റ്. ആ ഒരു കമ്മ്യൂണിറ്റിക്ക് പാസ്റ്റിനെ കുറിച്ച് ഉള്ള ആവശ്യകതയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടതിൻ്റെ ആവശ്യകതയും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. ദ നെക്സ്റ്റ് പോയിന്റ്, ടു മേക്ക് ഡിസിഷൻസ് അബൌട്ട് സ്കെയർ കൾച്ചർ റിസോഴ്സസ് ഇൻ ആൻ ഇക്വിറ്റബിൾ മാനർ. ഈ പഴയ പുരാതന വസ്തുക്കൾ അല്ലെങ്കിൽ പുരാതന പാരമ്പര്യം എന്ന് പറയുന്നത് സ്കെയർ ആണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഇക്വിറ്റബിൾ മാനറിൽ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഗോൾസ് ഓഫ് CRM എന്ന് പറയുന്നത്.
സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കുകളും ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകാത്തവർ വീണ്ടും വീണ്ടും അത് പോയി കാണണം, പഠിക്കുക, ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാനതിനുള്ള നെക്സ്റ്റ് വീഡിയോയിൽ അതിന് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. സോ ഇതിൻ്റെ നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ആർക്കിയോളജിക്കൽ പ്രിൻസിപ്പിൾസ്, ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡുകൾ, ഏതൊക്കെ മെത്തേഡുകളാണ് പ്രധാനപ്പെട്ട എക്സ്പ്ലോറേഷൻ മെത്തേഡ്, ദെൻ എക്സ്കവേഷൻ മെത്തേഡ്, ഈ മെത്തേഡുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡും പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ തേർഡ് പാർട്ട് കാണാവുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുകൂടി കണ്ടിട്ട് വേണം ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നിട്ട് വേണം നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുവാൻ. ഓക്കെ, അപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.